ഹായ് ഗൈസ്. അപ്പോൾ നമുക്കറിയാം കൊറോണയുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളം കുറച്ചും കൂടി കഠിനമായ ഒരു ഇതിനകത്ത് കൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. 3ാം സ്റ്റേജ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ കൈ നല്ല വൃത്തിയാക്കുക. ഇതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സാനിറ്റൈസർ, ഹാൻഡ് വാഷും. പക്ഷേ ഇന്ന് ഈ പറയുന്ന സാനിറ്റൈസർ മാർക്കറ്റുകളിൽ ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു സാനിറ്റൈസർ ഏറ്റവും വില കുറവിൽ എന്നാൽ WHO പറയുന്ന രീതിയിൽ നിർമ്മിക്കാം അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ആ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഹാൻഡ് സാനിറ്റൈസർ ലഭ്യമല്ല, അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് സഹായിക്കുന്നു. അപ്പോൾ ഓരോന്നോരോന്നല്ല വ്യക്തമായിട്ട് പറഞ്ഞാണ് നമ്മൾ ഈ ഒരു വീഡിയോ ബ്ലോഗ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാവുന്നതാണ് WHO. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓട്ടോടെക്ട്രാവലിലെ മറ്റൊരു പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം. പരമാവധി ഷെയർ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കണ്ടൻറ്റുകൾ നോക്കാം. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൈ സ്പിരിറ്റ്, അത് കമ്പനി പേരാണ്. ഐസോപ്രോപ്പൈൽ റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം, പക്ഷേ നമ്മളിത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് വഴി കൈൻ്റെ മേലെ ഒരു ഓയിലി കോട്ടുണ്ട്. ആ ഓയിലി കോട്ടുമ്പോഴാണ് ഈ ബാക്ടീരിയയും വൈറസും ഫംഗിയൊക്കെ വന്നിരിക്കുന്നത്. ഈ ഓയിൽ കോട്ടിങ് കളയുകയാണ്, റിമൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഓയിൽ കോട്ടിങ് കളയുന്നത് വഴി നമ്മുടെ കൈമയുള്ള ആ ഒരു സ്മൂത്ത്നെസ് പോവുകയും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാനും സാധിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇതിനോടൊപ്പം ഈ ഐസോപ്രോപ്പൈലിനൊപ്പം നമ്മൾ ആലുവേറ ഉപയോഗിക്കുന്നത്. ആലുവേറയിലേക്ക് വരുമ്പോൾ നമുക്ക് ആലുവേറ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വീടുകളിൽ മറ്റ് ലഭ്യമായിട്ടുള്ള ആലുവേറ അതോടൊപ്പം തന്നെ മറ്റൊരു എസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിർമ്മിക്കാം. അല്ലെങ്കിൽ കടകളിൽ നിന്ന് ആലുവേറ ജെല്ല് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, കാരണം അതിനകത്ത് പ്രിസർവേറ്റീവും മറ്റു കാര്യങ്ങളും ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രിസർവേറ്റീവാണ്, കാരണം ആലുവേറ ഓഫ് കോഴ്സിൽ ഞാൻ പറഞ്ഞു ഇത് കൂടി വന്ന ഒരു 6 ദിവസം നിൽക്കുകയുള്ളൂ. അതിനോടൊപ്പം നമ്മൾ പ്രിസർവേറ്റീവ്, ഇത് വിറ്റാമിൻ ഇയുടെ പ്രിസർവേറ്റീവാണ്. ഇത് കുറച്ച് ഉപയോഗിക്കുന്ന വഴി നമുക്ക് മാസങ്ങളോളം, നമ്മളിതിൻ്റെ അളവിനനുസരിച്ച് മാസങ്ങളോളം വരെ നമ്മുടെ ഇത് നീണ്ടു നിൽക്കാൻ, സാനിറ്റൈസർ നീണ്ടു നിൽക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ആലുവേറ ജെല്ല് ഉണ്ടാക്കാം. ആലുവേറ ജെല്ല് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ആലുവേറ ജെല്ല് ഉണ്ടാക്കാൻ നമ്മൾ ഈ പറയുന്ന ആലുവേറ എടുക്കുക. ഇത് നമ്മൾ കടകളിൽ നിന്ന് വളരെ തുച്ഛമായ പൈസയ്ക്ക്, വിച്ച് ഇസ് 10-20 രൂപയ്ക്ക് പെർ kg കിട്ടുന്നതാണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളിത് മേടിക്കുക. അതിനുശേഷം ഇവിടെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കമത്തി ഈ ഒരു രീതിയിൽ, ഈ ഒരു ആംഗിളിൽ ഒരു പാത്രത്തിൽ വെക്കുക. അപ്പോൾ നമുക്കൊരു മഞ്ഞ കളറ്, യെല്ലോയിഷ് കളറായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വരും. ആ ഒരു ഫ്ലൂയിഡ് കൈമ വീണ് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് പോയി തീരുന്നവരെ വെയിറ്റ് ചെയ്യുക. തുടർന്ന് നമ്മൾ ഈ സംഭവം ഒരു ഷേപ്പിൽ ഇവിടെ നമുക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഈ പീൽ കളഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും, കണ്ടോ, ഇതിനുള്ളിലൊരു ഫ്ലൂയിഡ് പോലെ ഒരു ജെല്ലി ഫ്ലേവറിൽ നമുക്ക് ഒരു സംഭവം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആലുവേറയുടെ ഈ ജെല്ല് എന്ന് പറയുന്നത്. നമുക്കത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം. പീൽ ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയെന്നെങ്കിൽ ഇത് നമ്മൾക്ക് കളർലെസ് ആണ്, കണ്ടോ. ഞാൻ ഓൾറെഡി കുറച്ച് അങ്ങനെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമനുസരിച്ച് കുറച്ച് മതി നമുക്കിത്. ഓക്കെ, അപ്പോൾ ആലുവേറ ജെല്ല് നമ്മൾ പീൽ ചെയ്ത് വെച്ചത് നമ്മളിവിടെ വയ്ക്കുന്നു. ഇനിയും ഈ ആലുവേറ ജെല്ലിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കുകയാണ്. നമ്മൾ എത്ര ഈ ആലുവേറ ജെല്ല് എടുക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ആലുവേറ മതി, നമുക്ക് ഒരു സ്പൂണോ, കാരണം നമ്മൾ ഐസോപ്രോപ്പൈൽ 3/4 ഭാഗം ഉപയോഗിക്കുമ്പോൾ നമുക്കിത് 1/4 ഭാഗം മതി. അതാണ് അതിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇത് ഇടുക, ജെല്ലെടുക്കുക. ജെല്ല് മാത്രമേ പാടുള്ളൂ, ഇതിൻ്റെ വെള്ളം വേണ്ടതില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. സോ നമ്മൾ ജെല്ലൊരു പാത്രത്തിലേക്ക് ആക്കി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ ലിക്വിഡ്, വിച്ച് ഈസ് ഇതാണ് ആ ഗുളിക. അപ്പോൾ നമ്മൾ ഈ ഗുളിക വിറ്റാമിൻ ഇ ആണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ഗുളികയിൽ തന്നെ 400
mg ആണുള്ളത്. ഇതിൻ്റെ കണക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആലുവേറയുടെ കണ്ടൻറ്റ് മുക്കാൽ ഭാഗത്തിൽ നമ്മളൊരു 1/4 ഭാഗം ഈ പറയുന്ന സംഭവം ചേർക്കുക, പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക. 400 mg മതി. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നാളെ നിലനിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഔട്ടർ കവറിങ് നമുക്ക് ആവശ്യമില്ല. ഇതിന് ഇൻസൈഡിൽ വരുന്നത് കണ്ടോ, നമുക്കൊരു ഫ്ലൂയിഡ് വരുന്നത് കാണാം. അപ്പോൾ ഈ ഫ്ലൂയിഡ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു. അതിനുശേഷം നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുക. പ്രിസർവേറ്റീവ് വിറ്റാമിൻ ഇയും വിറ്റാമിൻ സി ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ആലുവേറ ജെല്ല് സെറ്റായിട്ടുണ്ട്, മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ കണ്ടൻ്റായ ഐസോപ്രോപ്പൈൽ എടുക്കുക. ഐസോപ്രോപ്പൈൽ നമ്മൾ ക്ലീൻ ചെയ്ത ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ ക്ലീൻ ചെയ്ത അറ്റ്മോസ്ഫിയറിൽ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പാത്രങ്ങളായാലും ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആയാൽ പോലും, ടൂൾസ് മീൻസ് നമ്മുടെ സ്പൂണും നൈഫൊക്കെ ആയാൽ പോലും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഐസോപ്രോപ്പൈൽ എടുക്കുന്നു. ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ ആലുവേറ ജെല്ല് 1 സ്പൂൺ ആലുവേറ ജെല്ല് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നു, നിസ്സാരമായ രീതിയിൽ. ഒരു സ്പൂൺ ആലുവേറ ജെല്ലിന് നമ്മൾ 3 സ്പൂൺ ഐസോപ്രോപ്പൈൽ ആഡ് ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്മൾ സെയിം സ്പൂണിൽ തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക നല്ലോണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിന് ഉപരിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കടകളിൽ നിന്ന് മേടിച്ച്, വിച്ച് ഇസ് വാനില ആണെങ്കിൽ ചോക്ലേറ്റ് ആണെങ്കിൽ ആ ഫ്ലേവർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മളൊരു 10 തുള്ളിയാണ് വേണ്ടത്. ഓക്കെ, 10 തുള്ളി ഒന്ന് കുരുവൊന്നും വേണ്ടിയിരുത്. എന്നിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക, കാരണം ഇത് മൊത്തം നമ്മൾ ഒരു വാട്ടർ ഫോമിലോ അല്ലെങ്കിൽ ഒരു ജെൽ ഫോമിലോ ആവുന്നത് വരെ ഇത് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾ ഒരു ക്യാനോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇതിനകത്തേക്ക് എടുക്കുക. തുടർന്ന് നിങ്ങൾക്കിപ്പോൾ ഈ ജെല്ലിന് പകരമായിട്ട് ഈ ഒറിജിനൽ സാധനത്തിന് നിങ്ങൾക്ക് ജെല്ല് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും എളുപ്പമായിരിക്കും എന്ന് തന്നെ പറയാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, ജെല്ല് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്ക് ഈ പറയുന്ന പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കേണ്ട, അത് ഓൾറെഡി അതിനകത്ത് ചേർന്നാണ് വരുന്നത്. ഒരു ജെല്ലി ഫോമിലാണ് നമ്മുടെ ഈ ലിക്വിഡ് ഇപ്പോൾ അയക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്മെല്ല് വേണമെങ്കിൽ അതിനനുസരിച്ച് വേറെ കണ്ടൻറ്റ് ചേർക്കണം, നിങ്ങളുടെ ഫ്ലേവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നന്നായിട്ട് കുലുക്കുക. ഇതിന് യൂസിന് മുമ്പ് നമ്മൾ നന്നായിട്ട് കുലുക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദാറ്റ് ആഫ്റ്റർ എത്ര ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. സോ ബ്രേക്ക് ദ ചെയിൻ. കൈ ക്ലീൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടുള്ള ഒരു കൈക്ക് നമുക്കൊരു ഒട്ടിപ്പ് ഫീൽ ചെയ്യും. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ഈ ആലുവേറ ജെല്ലിൻ്റെ ആ ഒരു ഇതിൻ്റെ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നല്ല സ്മെല്ല് അല്ലെങ്കിൽ പെർഫ്യൂം സ്മെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പെർഫ്യൂം കാര്യങ്ങളും ബെറ്റർ നിങ്ങൾ വാനില എസൻസോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ ചേർക്കുക. അപ്പോൾ നല്ല സ്മെല്ല് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പിരിറ്റിൻ്റെ സ്മെല്ല് ശരിക്കും കയറി നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അബൌട്ട് 40 രൂപയാണ് 100 ml ഈ പറയുന്ന സ്പിരിറ്റിനുള്ളൂ. ഈ സ്പിരിറ്റാണ് നിങ്ങൾ, കാരണം നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ് ഫോർ പ്രീ ഓപ്പറേഷൻ ആൻഡ് ഫോർ ഇഞ്ചക്ഷൻ സ്കിൻ ക്ലീൻ. അപ്പോൾ ഇത് ശരിക്കും ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കുക. കണ്ടോ, നമ്മൾ കൈ എപ്പോഴും ക്ലീൻ ചെയ്യുക പരമാവധി. ഇങ്ങനെ ഒരു കൺവീനിയൻ്റ് പാത്രമാണ് നിങ്ങൾക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വീടുകളിൽ തന്നെ ഉള്ള പഴയ മരുന്ന് കുപ്പി അങ്ങനെ എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് മതി. നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് സീ യു.